ജാക്സൺ ഗതികൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ നടക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് കാര്യങ്ങളാണ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതായത് പോസിറ്റീവായിട്ട് സംഭവിക്കുന്നത് നമ്മളുടെ ഇൻഡെക്സ് നിലവാരങ്ങൾ, അതിൻ്റെ സൂചികകളൊക്കെ നോക്കുമ്പോൾ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായതുകൊണ്ട് പല ഗുഡ് ബുക്സിൽ നമ്മളുടെ പേര് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടും. ഞങ്ങൾ നമ്പർ 1 ആണ് എന്ന് പറയുന്നത് പോലെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ വരുന്നത് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ ക്രൈറ്റീരിയ ബേസ്ഡ് ഫണ്ടുകളാണ് വരിക. ഇപ്പോൾ ഇവിടെ മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള ഫണ്ട് വരണമെങ്കിൽ കേരളത്തിൽ മാവോയിസ്റ്റ് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള ഫണ്ട് വരുള്ളൂ. മാവോയിസ്റ്റ് ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചാൽ പിന്നെ മാവോയിസ്റ്റിന് വേട്ടയാടാനുള്ള ഫണ്ട് ഇവിടെ വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൊല്ലം അതിൻ്റെ കണക്ക് കാര്യങ്ങൾ അതിൻ്റെ സീസണൊക്കെ ആവുന്ന സമയത്ത് രണ്ടുപേരും ആരെങ്കിലും വെടിവെച്ച് കൊന്നിട്ട് നമ്മളിവിടെ മാവോയിസ്റ്റ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കണം. ഇതാണ് എല്ലാ കൊല്ലവും ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതുപോലെ അതിദരിദ്രരില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ അതിദരിദ്രർക്കുള്ള ഫണ്ടുകളൊന്നും തന്നെ കേരളത്തിലേക്ക് വരില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മളിതിൻ്റെ പുറംപൂച്ചി കാണിക്കാനായിട്ട് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ശരിക്കും ഇത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടൂല. ഈ പറഞ്ഞ ഫണ്ടുകൾ വരാതായി കഴിയുമ്പോൾ ഇപ്പം കിട്ടുന്ന അത്രയും കൂടി ഫണ്ട് കിട്ടാണ്ടാവുമ്പോൾ കൂടുതൽ കിടന്ന് നിലവിളിച്ച് കരയേണ്ടി വരും. ഗതികേടാണ് കേട്ടോ.